ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്ന ജീവിത ദർശനം, അത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെ നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തണം. ഷുഡ് യു വാണ്ട് ടു കണ്ടിന്യൂ ദാറ്റ്, ദെൻ യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ഭഗവത്ഗീത. നിങ്ങൾക്കത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ക്യാരക്ടറിനെ നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഗീത പഠിക്കണം. കാരണം ഭഗവത്ഗീതയിലൂടെ ലോകത്തിനെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല, നമ്മളെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളാണ് നമ്മളുടെ തന്നെ ഗുരുവായി നമ്മളെ മാറ്റിയെടുക്കുന്നത്. അപ്പം അതിന് നമുക്ക് വലിയൊരു പ്രചോദനമാണ്, പ്രേരണയാണ്, പ്രോത്സാഹനമാണ് ഭഗവത്ഗീത. അപ്പം എങ്ങനെയാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്? നമ്മളിലൊരു ധൃതരാഷ്ട്രനുണ്ടെങ്കിൽ തിരിച്ചറിയണം. അന്ധത, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ ജീവിച്ചാൽ ഒരു ദിവസം അന്തം വിട്ട് ചോദിക്കണം, എങ്ങനെ ഇത് സംഭവിച്ചു? കാരണം പരാജയം വരും, അതിനെ നേരിടാൻ പറ്റാതെ തളരാം. ദുര്യോധനനാണ് അടുത്ത ക്യാരക്ടർ. ദുര്യോധനനെ സംബന്ധിച്ച് ദുര്യോധനൻ സസ്പീഷ്യസ് മൈൻഡാണ്. തൻ്റെ ഗുരുവിനെ പോലും സസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ സംശയാലുക്കളായിട്ട് കാണുക, അല്ലെങ്കിൽ സംശയത്തോടു കൂടി കാണുക, മറ്റുള്ളവരുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുക. ദർ ആർ സം പീപ്പിൾ, അവരെപ്പോഴും മറ്റുള്ളവരെന്തോ തെറ്റുകാരാണെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ ഒരു സസ്പീഷ്യസ് മൈൻഡോടുകൂടി ഒരാളെയും കാണരുത്. കാണരുതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് എ വെരി ബാഡ് നേച്ചർ. നമ്മൾ മറ്റൊരാളെ എപ്പോഴും സസ്പെക്റ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളോടുള്ള ആ ഒരു ബന്ധം ഇല്ലാതെ തീരും. അപ്പം അതുകൊണ്ട് എന്ത് വേണം, എങ്ങനെ നമ്മൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയാണ്, ഹേ, അങ്ങ് തന്നെ വളർത്തിയെടുത്ത അങ്ങയുടെ മൃത്യുവിന് കാരണക്കാരനായ ശത്രുവിനെ കണ്ടാലും ദൃഷ്ടദ്യുത്മൻ എന്ന് പറയുന്ന ദ്രോണാചാര്യരെ വധിക്കാനായി വന്നിരിക്കുന്ന പുത്രനെ, ദ്രുപദപുത്രനെ അങ്ങ് കണ്ടോളൂ. അങ്ങ് തന്നെയല്ലേ ഈ വിഷത്തെ വളർത്തിയെടുത്തത്? പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്ന അങ്ങയുടെ അന്ധകനെ കണ്ടു എന്നാണ് ചോദിക്കുന്നത്. ഇതെത്രമാത്രം മാനസികമായി ഹേർട്ട് ചെയ്യും നോക്കൂ. അദ്ദേഹം ദ്രോണാചാര്യർ തന്നെ അന്ധകനായിട്ട് അല്ല ഈ ദ്രുപദപുത്രനെ കണ്ടത്. അദ്ദേഹം തനിക്കറിയുന്ന വിദ്യ ഉപദേശിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അയാൾ നന്നാവട്ടെ എന്ന് വെച്ചിട്ട്. എന്നാൽ ദുര്യോധനൻ പറയാണ്, ഞാൻ അങ്ങയുടെ ആത്മാർത്ഥത സംശയിക്കുന്നു. കാരണം അങ്ങയുടെ അന്ധകനെ ഇത് പഠിപ്പിക്കുമ്പോൾ അങ്ങ് അതിലൂടെ നൽകുന്ന ലെസൺ എന്താണ്? ഈ രാജ്യമല്ല വലുത്, രാജ്യത്തിനേക്കാളും വലുത് പാണ്ഡവരാണ്. പാണ്ഡവർക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തത്? പാണ്ഡവരോടുള്ള ബന്ധം കൊണ്ടല്ലേ? കാരണം ദ്രുപദ രാജാവിൻ്റെ മകളെയാണ്, പാഞ്ചാലിയാണ് പാണ്ഡവർ കല്യാണം കഴിച്ചത്. ആ ബന്ധം വെച്ചുകൊണ്ടാണ് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം അങ്ങക്ക് കൂറ് പാണ്ഡവരോടല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ദ്രോണാചാര്യോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ദുര്യോധനൻ ഇങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിലും ദുര്യോധനൻ ചോദിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു, നല്ല രീതിയിൽ. അതാണ് ദ വേ വി കമ്മ്യൂണിക്കേറ്റ്, ദാറ്റ് മേക്ക് ഓൾ ദ സെൻസ്. ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു, ഹേ ഗുരു, അങ്ങയ്ക്ക് അഭിവന്ദനം, എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. അങ്ങ് കാണുന്നില്ലേ, അങ്ങയാൽ തന്നെ അസ്ത്രവിദ്യകൾ പഠിച്ച കുറേ ആളുകളാണ് പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്കറിയാത്ത അടവുകളും ഒക്കെ അങ്ങയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗുരു അലേർട്ടാവുകയോ ചെയ്യുന്നത്. നേരെ മറിച്ച് അങ്ങ് തന്നെ പഠിപ്പിച്ചു കൊടുത്ത അങ്ങയുടെ അന്ധകന്മാരെ കണ്ടാലും എന്ന് പറയുമ്പോൾ അതൊരു ഇൻസൾട്ട് പോലെയാണ്. അപ്പം ദ വേ വി കമ്മ്യൂണിക്കേറ്റ്, ദാറ്റ് മേക്സ് ഓൾ ദ സെൻസ്. ഏതായാലും വീണ്ടും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ദുര്യോധനൻ ആ വീമ്പിളക്കത്തിൽ അപകടകരമായി പറഞ്ഞത് എന്നാണ്. ആരൊക്കെയാണ് ഇനി കാണേണ്ടത്? അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഞാൻ തുടരുകയാണ്. ഒരു 3 ശ്ലോകങ്ങൾ നമുക്ക് തുടർന്ന് വായിക്കണം. കാരണം കണ്ടിന്യൂഷൻ ഓഫ് ഒരു പേരുകളുടെ ഒരു കണ്ടിന്യൂഷൻ ഇതിലുണ്ട്. ഒന്നുകൂടി വായിക്കാം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച
ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുങ്കവാം യുയുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാ. മഹാരഥന്മാരായ കുറേ ആളുകളുടെ പേരുകൾ, ദ്രോണർക്ക് പരിചയമുള്ള പേരുകൾ ദുര്യോധനൻ ഓർമ്മിപ്പിക്കുകയാണ്. പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്ന മഹാരഥന്മാരെന്ന് പറഞ്ഞാൽ ഓരോ വ്യൂഹം സൈന്യത്തെയും നയിക്കുന്ന മേജേഴ്സ്. ദേ ആർ ദ മെയിൻ മേജർ ജനറൽസ് ഓഫ് ദ മിലിറ്ററി. അത്രയും ഒരു വിങ് കമാൻഡർ എന്നൊക്കെ പറയില്ലേ, വലിയൊരു യൂണിറ്റിൻ്റെ ഹെഡ്. ഇവരുടെയൊക്കെ കീഴിൽ കോടിക്കണക്കിന് സൈന്യങ്ങളുണ്ട് അത്ര. അപ്പം അങ്ങനെയുള്ള മഹാരഥന്മാരുടെ ലിസ്റ്റ് അങ്ങ് കേട്ടാലും ആരൊക്കെയാണ്? ഭീമാർജുന സമായുധി. ഈ യുദ്ധക്കളത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യം. അപ്പം ഭീമാർജുനന്മാരുടെ ശക്തിയെക്കുറിച്ചൊക്കെ ദുര്യോധന നല്ല ബോധ്യമുണ്ട്. യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ, അതുപോലെ ദൃഷ്ടകേതു, ചേകിതാന, കാശിരാജ, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈഭ്യൻ, നരപുങ്കവ, യുധാമന്യു, വിക്രാന്ത, ഉത്തമോജാശ്ച വീര്യവാൻ, സൗഭദ്രോ ദ്രൗപദേയാശ്ച. അപ്പം ഇങ്ങനെ കുറേ ആളുകൾ അവിടെ. വിരാട രാജാവുണ്ട്, മഹാരഥനായ ദ്രുപദ രാജാവുണ്ട്, ദൃഷ്ടകേതുവുണ്ട്, ചേകിതാനുണ്ട്, വീര്യവാനായ കാശിരാജാവുണ്ട്, കാശിശ്ച, പുരുജിത്തുണ്ട്, കുന്തിഭോജനുണ്ട്, മഹാനായ ശൈബ്യ, അതുപോലെ വിക്രാന്തനായ പരാക്രമിയായ യുധാമന്യു, വീര്യവാനായ ഉത്തമോജൻ, അതുപോലെ സുഭദ്രയുടെയും അതുപോലെ ദ്രൗപദിയുടെയും ഒക്കെ പുത്രന്മാർ നിങ്ങൾ കാണുന്നില്ലേ ഗുരു എന്ന് പറയുമ്പോൾ ഒരു മഹാരഥന്മാരുടെ നീണ്ട പട്ടിക തന്നെ ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ മുന്നിൽ വെച്ചു. അപ്പം ഈ പട്ടിക വെക്കാൻ കാരണം ദുര്യോധനൻ്റെ മുന്നിൽ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. കാരണം ഈ ഗുരു നമ്മുടെ പക്ഷത്താണെങ്കിലും ഗുരുവിൻ്റെ ശ്രേഷ്ഠന്മാരായ ശിഷ്യന്മാരൊക്കെ പാണ്ഡവ പക്ഷത്താണ്. അപ്പം ഈ ഗുരു ആത്മാർത്ഥത കാണിക്കൂ? തൻ്റെ ശിഷ്യന്മാരാൽ മരിക്കപ്പെടാനായിരിക്കില്ലേ ഈ ഗുരു ആഗ്രഹിക്കുന്നത്? ഈ ഗുരു ശിഷ്യന്മാരെ വധിക്കൂ? നല്ലൊരു ഗുരു ഒരിക്കലും ശിഷ്യന്മാരെ വധിക്കില്ല. ശിഷ്യന്മാരാൽ താൻ വധിക്കപ്പെട്ടാലും താൻ തിരിച്ചു കൊല്ലില്ല. അതാണ് പൊതുവെ ഗുരുക്കന്മാരുടെ സ്വഭാവം. തൻ്റെ ശിഷ്യൻ തന്നോളം ഉയരണേ എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു പണ്ടത്തെ ഗുരുക്കന്മാർ. ഇപ്പം പിന്നെ അങ്ങനത്തെ ഗുരുക്കന്മാരെ കാണാൻ പറ്റില്ല. ഇപ്പം കുരുക്കന്മാരായിപ്പോയി, മാറിപ്പോയി കാലം. ഇപ്പം എങ്ങനെ ശിഷ്യനെ ഒരു വഴിക്കാക്കാൻ പറ്റുമെന്നാണ് ഗുരു നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല അങ്ങനെയാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എത്രമാത്രം ചൂഷണം ചെയ്ത് പണം മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി തന്നെ. എന്നാൽ ആ കാലഘട്ടത്തിൽ ദ്രോണാചാര്യരെ പോലുള്ള മഹാന്മാരെപ്പോഴും ചിന്തിച്ച് തന്നെക്കാളും ശ്രേഷ്ഠന്മാരാവണേ ശിഷ്യന്മാർ എന്നുള്ള. അപ്പം അതുകൊണ്ട് ഈ കാണുന്ന മഹാരഥന്മാരോടൊക്കെയാണ് ഹേ ഗുരു നമുക്ക് ഏറ്റുമുട്ടാനുള്ളത്, നമ്മൾ യുദ്ധം ചെയ്യാനുള്ളത് ഈ പറഞ്ഞ കൂട്ടരോടാണ്. സത്യത്തിൽ അങ്ങയുടെ മനസ്സ് അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണോ എന്നൊരു ഡൗട്ട് വയ്ക്കുകയാണ്. കാരണം അങ്ങ് തന്നെ പഠിപ്പിച്ച ആളുകളാണ്, അങ്ങയുടെ തന്നെ അന്ധകരെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങയ്ക്ക് തന്നെ അറിയാം ഈ ആളുകളോടൊക്കെ അങ്ങയ്ക്ക് ഏറെ ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഉള്ളിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് അവരുടെ നാശം കാണില്ല. അപ്പം ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യരോട് നേരിട്ട് പറയാതെ പറയാണ്, ഐ സസ്പെക്ട് യുവർ ഇൻറ്റൻഷൻ, ഐ സസ്പെക്ട് യുവർ ആറ്റിറ്റ്യൂഡ്, ഐ സസ്പെക്ട് യുവർ ഹാർട്ട്. അങ്ങയ്ക്ക് ഞങ്ങളോടല്ല അങ്ങയ്ക്ക് ഇഷ്ടം, അങ്ങയുടെ ഹൃദയം മുഴുവൻ മറുവശത്താണ്. ഇക്കരെ നിൽക്കുമ്പോഴും അക്കരെയാണ് അങ്ങയുടെ ഹൃദയം നിൽക്കുന്നത്. ഇക്കരെ ശരീരം മാത്രമേ ഉള്ളൂ, അക്കരെയാണ് മനസ്സും അങ്ങയുടെ ഹൃദയവും ഇരിക്കുന്നത്. പാണ്ഡവപക്ഷത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അങ്ങ് അവരെയൊക്കെ ഒന്ന് കണ്ടാലും ഇവരോടൊക്കെയാണ് നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത്. ഇതൊരു വാണിംഗ് കൂടിയാണ്. ദ്രോണാചാര്യ,
അങ്ങിവരെ ഒഴിവാക്കിയാലും ഞാനിവരെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല, ഞാനിവരോട് കടുത്ത യുദ്ധം ചെയ്യും. കാരണം ഇത് തൻ്റെ ഒരു പ്രസ്റ്റീജ് പോലെ. അപ്പം ഇത് കേട്ടപ്പോൾ ദ്രോണാചാര്യർ ഒരു അക്ഷരം മിണ്ടിയില്ല. അതാണ് വിദ്യ ഉള്ളവർ, വിവേകമുള്ളവർ. മൗനം വിദ്വാനസം ഭൂഷണം എന്ന് പറഞ്ഞ പോലെ ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ, ചില ആളുകൾ അവരുടെ ഭാഗം ന്യായീകരിക്കുമ്പോൾ ബെറ്റർ ഡോണ്ട് പുട്ട് ഓയിൽ ഇൻ ടു ദാറ്റ്. നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഇതൊരു വലിയ കലയാണ്. ചില ആളുകൾ നിർത്താതെ അവരുടെ പക്ഷം വാദിച്ച് ജയിക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ല. കാരണം അവസാനം അവർ തന്നെയാണ് വിഡ്ഢികളാവുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ പഠിക്കാൻ പറ്റണം. 2, മറ്റുള്ളവരോട് പറയുന്ന രീതി ഒരു കുറ്റപ്പെടുത്തലാവരുത്, അവർക്കും അതിൻ്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. 3, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വന്നാൽ പോലും, അങ്ങനെ ചില സന്ദർഭത്തിൽ നമുക്ക് കുറ്റപ്പെടുത്തേണ്ടി വന്നാൽ പോലും, നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെയുള്ളവരുടെ ആ വിശ്വാസ്യത, ട്രസ്റ്റ് നഷ്ടപ്പെടുത്തരുത്. ദ്രോണാചാര്യരുടെ വിശ്വാസ്യത എപ്രകാരമാണോ ദുര്യോധനൻ നഷ്ടപ്പെടുത്തുന്നത്, അതുപോലെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദുര്യോധനന് മനസ്സിലായി, സംവേർ ഐ എം ഗോയിങ് റോങ്. ഞാൻ നമ്മുടെ പക്ഷത്തേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ ആൾക്കാരെക്കുറിച്ചല്ലേ ദ്രോണാചാര്യോട് പറയേണ്ടത്. അതിന് പകരം ഞാൻ പാണ്ഡവ പക്ഷത്തെക്കുറിച്ച് പറഞ്ഞ് അവർക്കാണോ മാർക്കറ്റിംഗ് കൊടുക്കേണ്ടത്, അവർക്കാണോ ഫോക്കസ് കൊടുക്കേണ്ടത്, അവർക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇത് ഇമ്മീഡിയറ്റ്ലി ദുര്യോധനൻ റിയലൈസ് ചെയ്തു. കാരണം ദ്രോണാചാര്യൻ മിണ്ടാതിരുന്നപ്പം തന്നെ മനസ്സിലായി ദ്രോണാചാര്യൻ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ദുര്യോധനൻ്റെ ആ മൈൻഡ് ആറ്റിറ്റ്യൂഡിനോട് അദ്ദേഹത്തിന് ഒട്ടും യോജിപ്പില്ല. അദ്ദേഹം റിലക്റ്റൻ്റായി. അദ്ദേഹം അങ്ങനെ ഒരു ശാന്തത കൈവരിച്ചുവെങ്കിലും ദുര്യോധനന് മനസ്സിലായി എന്തുകൊണ്ടാണ് ദ്രോണാചാര്യൻ മിണ്ടാതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പാണ്ഡവ പക്ഷത്തിൻ്റെ മഹത്വം പറഞ്ഞ് ദ്രോണാചാര്യരെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് ദുര്യോധനൻ പ്ലേറ്റ് ഒന്ന് മാറ്റി, അടവൊന്ന് മാറ്റി. എന്താ ചെയ്തത്? അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകം. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം വിശിഷ്ട, നമ്മളും വിശിഷ്ടരാണ്. ദ്വിജോത്തമ, ഹേ ബ്രാഹ്മണോത്തമ, ഹേ ഗുരു ഉത്തമ, ഹേ ശ്രേഷ്ഠനായ ഗുരുവരിയ, അങ്ങ് വേണ്ട രീതിയിൽ അത് കണ്ടാലും മനസ്സിലാക്കിയാലും. ആരൊക്കെയാണ് അവര്? നായകാ മമ സൈന്യസ്യ, നായകന്മാര്. ആര്? സിനിമയിലെ നായകന്മാരല്ല, യുദ്ധക്കളത്തിലെ നായകന്മാര്. ആരുടെ നായകന്മാര്? മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ, അവരെക്കുറിച്ച് ഞാൻ അങ്ങേക്കൊന്ന് സംക്ഷിപ്തമായിട്ട് ഞാനൊന്ന് ചുരുക്കിക്കൊണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ദുര്യോധനന് മനസ്സിലായി, നമ്മുടെ രാജാക്കന്മാരെക്കുറിച്ച് പറയാതെ ശത്രുപക്ഷം പറയുന്നത് ഒരു തരത്തിൽ ഗുരുവിനെ മാനസികമായി തളർത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ ഗുരുവിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പക്ഷത്തും ധീര വീര ശൂര പരാക്രമികൾ ഉണ്ടെന്ന് പറയണം. പക്ഷെ അപ്പോഴും അബദ്ധം പറ്റി. അതാണ് പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത്, അടിതെറ്റിയാൽ ആനയും പതറും. ഇവിടെ ദുര്യോധനനുണ്ടല്ലോ, ചെയ്യുന്നതൊക്കെ അബദ്ധമായി തീരുകയാണ്. ചെയ്യുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് അബദ്ധമായി തീരുന്നു. ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുര്യോധനന് മനസ്സിലായി നമ്മുടെ പക്ഷത്തുള്ള മഹാന്മാരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് ദ്രോണർക്ക് വിഷമാണ്. പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞറിയോ? മമ സൈന്യസ്യ, എൻ്റെ സൈന്യത്തിൻ്റെ സംജ്ഞാർത്ഥം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ സൈന്യം എന്നാണ്. വാസ്തവത്തിൽ ഇത് എൻ്റെ സൈന്യം എന്ന് പറയുന്നത് തന്നെ മനസ്സിലാക്കണം, അത്ര ധാർഷ്ട്യമുള്ളവനായിരുന്നു ദുര്യോധനൻ. സാധാരണ എന്താ പറയേണ്ടത്? അദ്ദേഹം കുരു സൈന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, കുരുവംശത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ധൃതരാഷ്ട്രയെക്കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഭീഷ്മരെക്കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ദ്രോണാചാര്യോട് പറയേണ്ടത് നമ്മുടെ സൈന്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം, ഒന്നങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിന് കൂടി ആദരവുള്ള ഒരു സമൂഹം എന്തായാലും ഉണ്ടാവുമല്ലോ കൗരവംശത്തിൽ. അവരെക്കുറിച്ച് പറഞ്ഞുതരാമെന്ന് പറയാൻ, അതിന് പകരം
എൻ്റെ സൈന്യത്തിന് മമ സൈന്യസ്യ സംജ്ഞാർത്ഥം, എൻ്റെ സൈന്യത്തിൻ്റെ സംജ്ഞാർത്ഥം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ദുര്യോധനന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. 101% അവിടുത്തെ യുദ്ധത്തിൽ വന്നവരൊക്കെ ഭീഷ്മാചാര്യോടുള്ള ബഹുമാനം കൊണ്ടാണ്, ദുര്യോധനോടുള്ള ബഹുമാനം കൊണ്ടല്ല. ആരും ഉണ്ടാവില്ലേ. അത് ഈ കഴുതയുടെ ചില സ്വഭാവം എന്ന് പറയും. പണ്ടൊരു കർഷകനല്ല, ഒരു സ്കൾപ്ചർ ശില്പി കഴുതപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ മരത്തിലുണ്ടാക്കിയ കാർവിങ്സ് കൊണ്ടുപോകുക. അപ്പം അദ്ദേഹം ദൈവത്തിൻ്റെ കാർവിങ്സ് ആയിരിക്കും, ഗണപതി തുടങ്ങിയിട്ടുള്ള. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ കഴുതപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ കൈകോപ്പും. അപ്പം ഈ കഴുത തെറ്റിദ്ധരിച്ചത് എന്നോടാണ്. അങ്ങനെ മാർക്കറ്റിൽ അതൊക്കെ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ കഴുതപ്പുറത്തൊന്നുമില്ല, കുറച്ച് തുണി സാധനങ്ങളൊക്കെയല്ലോ. ആ സമയത്ത് ആരോ ഒന്നിങ്ങനെ നിൽക്കുമ്പോൾ കഴുത പോയിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ എപ്പോഴും അയാൾ കൈകൂപ്പ തന്നെ കാണുമ്പോൾ. കാരണം കഴുതയ്ക്കും ഇത്രയും കാലത്തെ ഒരു പ്രതീക്ഷ എനിക്കും ആരെങ്കിലും ആദരവ് കൊണ്ടുതരുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദുര്യോധനൻ തൻ്റെ സൈന്യം എന്ന് പറഞ്ഞതോടുകൂടി ദ്രോണാചാര്യർക്ക് മനസ്സിലായി ഇവൻ്റെ ധാർഷ്ട്യത്തെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ എന്ന്. അല്ലാതെ ഈ സൈന്യം ഒരിക്കലും ദുര്യോധനൻ്റെ സൈന്യമല്ല, ഇത് കൗരവ സൈന്യമാണ്. കൗരവോടുള്ള ബഹുമാനം കൊണ്ടുപോയ സൈന്യമാണ് ഇത്. ഭീഷ്മരോടുള്ള ബഹുമാനം കൊണ്ടുവന്ന സൈന്യമാണ് അത്. ദുര്യോധനുമായിട്ട് അതിന് വലിയൊരു ബന്ധമൊന്നുമില്ല. എന്നാൽ ഇവിടെ ദുര്യോധനൻ അതാണ് പറയുന്നത്, നായക മമ സൈന്യസ്യ, എൻ്റെ സൈന്യത്തിൻ്റെ ആ ഒരു സമൂഹത്തിൻ്റെ പേരുകൾ അങ്ങ് കേട്ടാലെന്ന്. അപ്പോൾ ദുര്യോധനൻ ഇവിടെ ഗുരുവിന് തൻ്റെ സൈന്യത്തിലെ അംഗങ്ങളുടെ, പ്രധാനപ്പെട്ട അംഗങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ആരൊക്കെയാണ് ഇനി ആ പ്രധാനപ്പെട്ട ആളുകൾ? ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയാം അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തീ ജയദ്രഥാ അന്യേ ച ബഹവഃ ശൂരാം മദർത്തേ തെക്തജീവിതാം നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാം. ഭവാൻ ആദ്യം തന്നെ ദ്രോണരോട് പറയാണ്, നമ്മുടെ സൈന്യത്തിൻ്റെ ആളുകൾ ആരൊക്കെയാന്നൊക്കെ അറിഞ്ഞോളൂ. പ്ലീസ് സീ ഹു ആർ ദ ഗ്രേറ്റ് പീപ്പിൾ ആർ വിത്ത് അസ് എന്നുള്ളത്. ആരൊക്കെയാണ് നമ്മുടെ കൂടെ? ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് യുവാം, അവിടുന്നാണ് എന്ന് പറഞ്ഞാൽ അവിടുന്നാണ്. ഭവാൻ അവിടുന്നാണ്. ഇപ്പം ദ്രോണർ വലിയ ആളാണെന്ന് ദ്രോണരോട് പറയണോ? എന്നാലും ദുര്യോധനനൊന്നും പൊക്കി പറയാണ്, അവിടുന്നാണ് ഞങ്ങളുടെ സൈന്യത്തിലെ ഏറ്റവും വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരാൾ. ഇനി ആരാണ്? ഭീഷ്മശ്ച, ഭീഷ്മാചാര്യൻ. കർണശ്ച, കർണൻ. പിന്നെ കൃപശ്ച സമിതിഞ്ജയൻ, അശ്വത്ഥാമാവ്, വികർണൻ ദുര്യോധനൻ്റെ അനുജനാണ്. സൗമദത്തി, ജയദ്രഥൻ, അതുപോലെ അന്വേഷ ഭഗവശൂരാമദർത്തെ, എനിക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ ത്യാഗം ചെയ്തിട്ട് സമർപ്പിക്കാനായിട്ട് ഇത്രയും ആളുകൾ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഇവിടെ വികർണനും സൗമദിത്തിയും ജയദ്രഥനും ഒക്കെ, ഇവരൊക്കെ ശരിക്കും ദ്രോണാചാര്യോടുള്ള ബഹുമാനം കൊണ്ട്, കൗരവ വംശത്തോടുള്ള ബഹുമാനം കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ദ്രോണാചാര്യരുടെ മുന്നിൽ ദുര്യോധനൻ സ്വന്തം ലിസ്റ്റ് തുറന്നിട്ട് പറഞ്ഞു, ഇവരൊക്കെയാണ് നമ്മുടെ പക്ഷത്തു നിന്ന് ഈ സൈന്യത്തെ നയിക്കാൻ കെൽപ്പുള്ള അതിമഹാരഥന്മാരായിട്ടുള്ള ആളുകൾ. അപ്രകാരം ദുര്യോധനൻ ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആ സമയത്ത് എല്ലാവരുടെ പേര് ദുര്യോധന പക്ഷത്തുള്ള ആൾക്കാരൊക്കെ എന്നിട്ട് പറഞ്ഞു, അടുത്തതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതും കൂടി നമുക്ക് നോക്കാം. അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. എന്താ പറയണത്? ഹേ ദ്രോണാചാര്യ, ഭീഷ്മാഭിരക്ഷിതം അസ്മാകം സൈന്യബലം അപര്യാപ്തം. എന്താ പറഞ്ഞത്? ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭീഷ്മരാൽ നയിക്കപ്പെടുന്ന, ഭീഷ്മരാൽ നേതൃത്വം കൊടുക്കപ്പെട്ടുള്ള അദ്ദേഹമായൊരു സർവ്വസൈന്യാധിപൻ. അങ്ങനെ ഭീഷ്മരാൽ നയിക്കപ്പെടുന്ന നമ്മുടെ സൈന്യത്തിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അപര്യാപ്തം, പര്യാപ്തമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പാണ്ഡവ സൈന്യത്തിലെ ധീരവീരശൂര പരാക്രമികളെ നേരിടാൻ മാത്രമുള്ള ഒരു കഴിവ് നമ്മുടെ സൈന്യത്തിനുണ്ടോ എന്ന് ഞാൻ ഭീഷ്മ പിതാമഹൻ്റെ കൂടെ ഇരിക്കുന്നവർക്കുണ്ടോ എന്ന കാര്യം ഞാൻ
സംശയിക്കുന്നു. അപ്പം നോക്കൂ, ഇവിടെ ഭീഷ്മാചാര്യർ ശരശയിൽ വീണത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദ്രോണാചാര്യൻ ഇവരൊക്കെ മാനസികമായി വീഴ്ത്തിക്കഴിഞ്ഞു. ദ്രോണാചാര്യ ദുര്യോധനൻ. ഇപ്പൊ ദ്രോണാചാര്യരുടെയും ഭീഷ്മാചാര്യരുടെയും മാനസികാവസ്ഥയെ അങ്ങേയറ്റം തളർത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ പരിഹസിക്കുന്ന വിധത്തിൽ, നിന്ദിക്കുന്ന വിധത്തിലാണ് ദുര്യോധനൻ ബിഹേവ് ചെയ്തത്. ഇത്രയും പറഞ്ഞാൽ പോരെ? ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനർത്ഥം ഭീഷ്മർ കൊള്ളില്ല എന്നർത്ഥം. ഭീഷ്മർ ഈ സർവ്വസൈന്യാധിപത്യത്തിന് യോഗ്യനല്ല. കാരണം എന്തുകൊണ്ടാണ് യോഗ്യനല്ലാത്തത്? അദ്ദേഹത്തിന് വേണ്ടത്ര ആയുധ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? ആയുധ പ്രയോഗങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് കൊള്ളരുതാത്തത്? ഭീഷ്മാചാര്യർക്കും ദ്രോണാചാര്യർക്കും പാണ്ഡവരെ ആയിരുന്നു കൗരവരേക്കാൾ ഇഷ്ടമെന്ന കാര്യം ദുര്യോധന് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ഭീഷ്മരെയും ദ്രോണരെയും പ്രത്യേകം എടുത്ത് ടാർഗറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. ആദ്യം പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞു, അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങക്ക് കാണണം, ദ്രുപദപുത്രന്മാരെ പോലുള്ളവരെ അങ്ങ് കാണണമെന്ന്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഒന്ന് മാനസികമായി ഒന്ന് അസ്വസ്ഥനാക്കി. ഇപ്പോഴത്തെ ഭീഷ്മാചാര്യരെ നോക്കിക്കൊണ്ട് പറയണു, അസ്മാകം അപര്യാപ്തം, നമുക്ക് അപര്യാപ്തമാണ് ഭീഷ്മാഭിരക്ഷിതം സൈന്യം. എന്നാൽ മറ്റേ പക്ഷത്തോ, പാണ്ഡവപക്ഷത്തോ പര്യാപ്തം, അവിടെ പറയണം പര്യാപ്തമാണ്. പര്യാപ്തം തിതമേദേശാം ഫലം ഭീമാഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന സൈന്യം പര്യാപ്തമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മഹാഭാരത ഒരു ബോധവും വേണേ, എന്നാലേ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 11 അക്ഷൗഹിണി സൈന്യം ദുര്യോധന പക്ഷത്തുണ്ടായിട്ട് പോലും ദുര്യോധനൻ അപര്യാപ്തം എന്ന് പറയുന്നു എങ്കിൽ സൈന്യത്തിൻ്റെ അപര്യാപ്തതയല്ല ദുര്യോധനൻ കാണിക്കുന്നത്, ഭീഷ്മ പിതാമഹൻ്റെയും ദ്രോണാചാര്യയും ഭീഷ്മരെ നോക്കിക്കൊണ്ട് ഇപ്പോൾ ദ്രോണരോടാണ് പറയുന്നത്. അവരുടെ എല്ലാം മനസ്സിൻ്റെ അഭാവമാണ് അപര്യാപ്തമായി കാണുന്നത്. അപ്പം നമ്മൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ ഒരാളിൽ ഒരു കുറ്റം ആരോപിക്കണമെങ്കിൽ വേറൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തുക. അപ്പോൾ നമുക്കിവിടെ ഒരു ആരോപണം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണത്. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറയില്ലേ, ഇതുപോലെ ഇവരൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഒരു പ്രതിസന്ധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്താ പ്രതിസന്ധി ഉണ്ടായത്? എന്തു തരം പ്രതിസന്ധിയാണ്? ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ദുര്യോധനൻ ഭീഷ്മാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പം ആദ്യം തന്നെ നമ്മൾ പറയില്ലേ, തൊട്ടക്കത്തിലെ കല്ലുകടിയെന്ന്, ആരംഭത്തിൽ തന്നെ ദുര്യോധനൻ കല്ലുകടിപ്പിച്ചു. ദ്രോണരെ ഇതാ വിഷമിപ്പിക്കുന്നു, ഭീഷ്മരെയും. അപ്പോൾ ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരോട് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ പാണ്ഡവർക്ക് അനുകൂലമായി നിൽക്കുന്നവരായതുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പര്യാപ്തമല്ല. അപ്പം എണ്ണം കൊണ്ട് നമ്മൾ കൂടുതലാണെങ്കിലും മനസ്സുകൊണ്ട് പാണ്ഡവരാണ് ഏറ്റവും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തൊരു വസ്തുത ഉണ്ട്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദർ ഈസ് നോ യൂണിറ്റി ആൻഡ് ഹാർമണി വിത്ത് എൽഡേഴ്സ് ഫോർ ദുര്യോധന. അപ്പം ദുര്യോധനന് അങ്ങനെ ഒരു കണക്ടിവിറ്റി ഇല്ല. ആ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോയി. ഇതൊരു വലിയ സത്യമാണ്. ദുര്യോധനൻ ഈ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ആത്മാർത്ഥത ദുര്യോധനൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് ദുര്യോധനും ദ്രോണാചാര്യരും ഭീഷ്മാചാര്യരും തമ്മിൽ നല്ലൊരു ആത്മാർത്ഥമായ ബന്ധം ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഭീഷ്മാചാര്യരെ വെച്ചുകൊണ്ട് ഒരിക്കലും ദുര്യോധനൻ അപമാനിക്കുകയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നിങ്ങൾ ഓർത്തു വയ്ക്കണം. അപര്യാപ്തം ബലസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേ തേഷാം ഫലം ഭീമാഭിരക്ഷിതം.
അപ്പോൾ ഒരാൾ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന, ഭീമനാൽ അനുഗ്രഹിക്കപ്പെടുന്ന, ഭീമനാൽ അനുമോദിക്കപ്പെടുന്ന, ഭീമനാൽ ആദരിക്കപ്പെടുന്ന സൈന്യത്തിൻ്റെ വലുപ്പവും കാണിക്കുന്നു. ഭീഷ്മ പിതാമഹനാൽ നയിക്കപ്പെടുന്ന സൈന്യത്തിൻ്റെ ആ ഒരു കഴിവില്ലായ്മയും സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ദ്രോണാചാര്യരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് ദുര്യോധനൻ അവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ദുര്യോധനൻ അങ്ങനെ പറയാൻ തോന്നിയത്? എന്തുകൊണ്ടായിരിക്കും ദുര്യോധനൻ ഇവിടെ ഗുരുവിനെ അപമാനിക്കുന്നത്? ഈ ഒരു കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗീത പഠിക്കണം, ഗീത കേൾക്കണം, ഗീത കേൾപ്പിക്കണം. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ ഒരു സമഗ്രമായ മാറ്റമുണ്ടാക്കാൻ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വീണ്ടും നാളത്തെ ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആയുരാരോഗ്യ സൗഖ്യം. ഹരി ഓം. പ്രണാമം.